തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലേക്ക് 2 കോൺഗ്രസ് എംഎൽഎമാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് കെ രാജേഷ് കുമാർ, പി വിശ്വനാഥൻ എന്നിവരാണ് പുതിയ മന്ത്രിമാരായി സ്ഥാനമേൽക്കുന്നത്. 6 പതിറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഭരണത്തിന്റെ ഭാഗമാകുന്നത്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കൃഷി, ഉന്നത വിദ്യാഭ്യാസം, റവന്യൂ തുടങ്ങിയ സുപ്രധാന വകുപ്പുകളിൽ നിലവിൽ മന്ത്രിമാരില്ലാത്ത സാഹചര്യം പരിഹരിക്കാനാണ് ഈ മന്ത്രിസഭാ വികസനം. കോൺഗ്രസിനെ ഭരണത്തിൽ ഉൾപ്പെടുത്തിയത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സഖ്യം ശക്തമാക്കാനും സഹായിക്കുമെന്നാണ് ടിവികെയുടെ വിലയിരുത്തൽ. ടിവികെയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി വിജയ്. 2 കോൺഗ്രസ് എംഎൽഎമാരാണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. വ്യാഴാഴ്ചയാണ് ഇവരുടെ സത്യപ്രതിജ്ഞ തീരുമാനിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായിട്ടുള്ള കെ രാജേഷ് കുമാറും പി വിശ്വനാഥൻ എന്നിവരാണ് പുതിയ മന്ത്രിമാരായി സ്ഥാനമേൽക്കുന്നത്. 6 പതിറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഭരണത്തിന്റെ ഭാഗമാകുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. മന്ത്രിമാരില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി വിജയ് കടന്നിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കൃഷി, ഉന്നത വിദ്യാഭ്യാസം, റവന്യൂ തുടങ്ങിയ സുപ്രധാന വകുപ്പുകളിൽ നിലവിൽ മന്ത്രിമാരില്ല. ഈ ഒരു സാഹചര്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മന്ത്രിസഭ വികസിപ്പിക്കാനൊരു തീരുമാനത്തിലേക്കൊക്കെ മുഖ്യമന്ത്രി കടന്നിരിക്കുന്നത്. കോൺഗ്രസിനെ ഭരണത്തിൽ ഉൾപ്പെടുത്തിയത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സഖ്യം ശക്തമാക്കാൻ സഹായിക്കുമെന്നൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ ടിവികെ ഉള്ളത്. എന്തായാലും മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലേക്കാണ് 2 കോൺഗ്രസ് എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. വ്യാഴാഴ്ചയാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് കെ രാജേഷ് കുമാർ, പി വിശ്വനാഥൻ എന്നിവരാണ് പുതിയ മന്ത്രിമാരായി സ്ഥാനമേൽക്കുന്നത്.